അവനെ സ്വർണ്ണക്കാരൻ്റെയായി ജനിച്ച തനി ടിപ്പിക്കൽ ദുബായ്ക്കാരനാ മോളെ. ഡ്യൂട്ടി ഫ്രീ മില്യണയർ അടിച്ചതിനെക്കാട്ടിലും ലക്കി ആണ്ടിനി. നമ്മളൊക്കെ ഉണ്ട്, എന്ത് പ്രയോജനം? വരുന്നവനൊക്കെ 4 കാശിന് ഗതിയില്ലാത്ത ദരിദ്രവാസികളാ. ഹോ, എനിക്കെങ്ങാനും ആയിരിക്കണായിരുന്നു ഈ ചാൻസ്. സഹിക്കുന്നില്ല മോളെ, നിനക്ക് വേണ്ടെങ്കിൽ അവ കൊടുത്തേക്ക്, അവള് സെറ്റാക്കിക്കോളും. ഇത്തിരി ഉളുപ്പ് വേണം, നാണമില്ലല്ലോ. അയ്യോ, ഇവളെ ഇടയ്ക്ക് ചില നേരത്തെ മോന്ത കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ HMV റെക്കോർഡ് പ്ലെയറിൽ വരുന്നൊരു സിമ്പിൾ ഇല്ലേ, ഒരു ഡോഗ്, അതുപോലെ ഇല്ലേ? ഒലക്കയുടെ മൂട്. She says scoundrel. I know Malayali, you know. Then you speak Malayalam. Pagal. Pagal. ആരാണ് ഇവളെ ഹിന്ദി പഠിപ്പിച്ചത്? പാഗൽ. You know what is pagal? You know what is pagal? You call me pagal. Hello. Hi Naina. What's your decision? നിന്റെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുക. സി മിസ്റ്റർ ടോം, എനിക്ക് പറഞ്ഞാലും കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് പറ്റിയ ആളൊന്നുമല്ല ഞാൻ. എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. Please listen to me. ഹലോ. ഓക്കെ. നയന, ഞാൻ എബ്രഹാം തരകൻ. സാറിന് മനസ്സിലായില്ല? വഴിയെ പറയാം. ടീയോ കോഫി? ഇല്ല, ഒന്നും വേണ്ട സർ, കുഴപ്പമില്ല. ഒരു കോഫി ആവാം. 2 cappuccino. താങ്ക് യു. കുടിച്ചില്ലേ? കുറച്ച് ടെൻഷനായോ? ഇല്ല സർ. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? 2 years. ഞാൻ 38 വർഷമായി. ചുരുക്കി പറഞ്ഞ ജീവിതത്തിന്റെ 3/4 ഭാഗവും ഇവിടെ തന്നെയായിരുന്നു. പണം സമ്പാദിക്കാനുള്ള തിരക്കിലായിരുന്നു ഇതുവരെ. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ വാല്യൂസ് ഒന്നും ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അതൊക്കെ പഠിച്ചു വരാൻ ശ്രമിക്കുക. സാർ വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഞാനത് അതിലേക്കൊന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയാ ഇതൊക്കെ തട്ടിവിട്ടത്. ബോറായോ? ഇല്ല സർ, സാറ് കാര്യം പറഞ്ഞില്ല. ഞാൻ ടോമിന്റെ ഫാദറാ. ഇപ്പൊ മോക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ പണം ഉണ്ടാക്കാൻ ഓടുന്ന തിരക്കിന്റെ ഇടയിൽ എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. മോന്റെ മമ്മി മരിച്ചതിന് ശേഷം എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്താണ് ഞാൻ അവനെ വളർത്തിയത്. അതിൻ്റെ ഒരു എടുത്തുചാട്ടമൊക്കെ ഉണ്ട് അവന്. ഇതുവരെ അവൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിക്കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനൊരു കാര്യമാകുമ്പോൾ പണവും പ്രതാപവും ഒന്നും അല്ലല്ലോ മോളെ. ജീവിതത്തിൽ സന്തോഷമല്ലേ ഏറ്റവും വലുത്. മോളെ, ഒരു മരുമകളായിട്ട് അല്ല മകളായിട്ട് പോരുന്നോ ഞങ്ങളുടെ വീട്ടിലേക്ക്? അങ്കിൾ അത് ഇപ്പൊ പറയണ്ട, മോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കാരണവന്മാര് തീരുമാനിച്ചോളാം. വരട്ടെ. മോളെ, ഞാൻ ടോമിനോട് പറയാം മോളെ കണ്ടവരും. അവനൊരു സന്തോഷമായിക്കോട്ടെ. ആ മാഷെ, ഞാൻ അന്വേഷിച്ചു. നല്ല കുടുംബമാണ്. പിന്നെ അവരായിട്ട് ഇങ്ങോട്ട് വന്നതിന് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമുക്കിത് പ്രൊസീഡ് ചെയ്യാം മാഷെ. നല്ലതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ആലോചിക്കാം. ആ, എന്നാ ശരി മാഷെ, ഞാൻ വിളിക്കാട്ടോ. എന്നാ ശരി, അവളോട് പറഞ്ഞേക്കും. ചേച്ചി, ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? എനിക്കിത് ഓക്കെ ആയിട്ടാടാ തോന്നുന്നേ. ഒരു നേരം പോക്കിനാണെങ്കിൽ അവനൊരിക്കലും അവന്റെ പപ്പയെ ഈ കാര്യത്തിന് വിടില്ല. നമുക്കിതങ്ങ് ഉറപ്പിക്കാടാ.
അങ്ങനെ ചെയ്യും, അത് നല്ല. എന്താ ഭാര്യയും ഭർത്താവോട് ഒരു ഗൂഢാലോചന? അമ്മ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു. നിന്റെ ചേച്ചിക്ക് ഒരു ആലോചന. ആഹാ, അപ്പൊ എന്റെ റൂട്ട് ക്ലിയർ ആയല്ലോ. നിനക്ക് ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാണേ. പപ്പ പപ്പ ഒന്ന് നോക്കിയേ. നീ കാര്യം പറയടി. എനിക്ക് ഈ സ്കൂളും ട്യൂഷനൊക്കെ മടുത്തു, തലയിലൊന്നും കേറുന്നില്ല. ഈ ഇടയായിട്ട് കുറെ ആപ്പുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മൊബൈലിൽ തന്നെ പഠിക്കാം. എടി നിന്റെ ചേച്ചിയില്ലേ, ഒരു ആപ്പും ഇല്ലാതെ ഫസ്റ്റ് റാങ്ക് മേടിച്ചത്. പഠിക്കുന്ന നേരത്തെങ്കിലും ആ മൊബൈലൊന്നും താഴെ വെക്കും. അച്ഛനമ്മമാർക്കൊരു ആപ്പുമായിട്ട് വരും. എന്തോ നാടി ശ്രേയ. ഓ എടി, അവൻ അവന്റെ അച്ഛനെ വിട്ട് എന്നോട് സംസാരിപ്പിച്ചപ്പോ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ ചേച്ചിയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട്, വീട്ടിൽ ഫോൺ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അവർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? അല്ലാതെ നീ വിചാരിക്കണ പോലെ പ്രേമം മണ്ണാങ്കട്ടെ ഒന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ലല്ലോ. അവള് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. എത്ര നാളെന്ന് വെച്ചിട്ടാ വീട്ടുകാർക്ക് വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്? ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. പുളിങ്കൊമ്പെങ്കിൽ പുളിങ്കൊമ്പ്. Naina, I'm really sorry. It's okay, Tom. It's okay. I shouldn't have done കുഴപ്പമില്ല, that. ഞാൻ ഫ്ലാറ്റിൽ ഒന്ന് fresh ആയിട്ട് പോ. ഇല്ല, നോ പ്രോബ്ലം, ഞാൻ പൊക്കോളാം ടോം. I am really sorry. It's okay, Tom, ഞാൻ പൊക്കോളാം. Please, ഒന്ന് fresh ആയിട്ട് പോവാം. Please come. Please come. Please come. എന്തിനാ ടോം ഇങ്ങനെയൊക്കെ ചെയ്ത്? മോശമായി പോയിട്ടോ. Sorry, I'm so എനിക്കൊന്നും sorry. ഇഷ്ടമല്ല. I know. വെറുതെ വിളിച്ചിട്ട്. പക്ഷേ നയന വന്നപ്പോൾ ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആയി പോയി, അതുകൊണ്ടാണ്. എന്റെ ദേഹത്തൊക്കെ ആയി. ഓ സോറി സോറി. ഇങ്ങനത്തെ ഒരു പാർട്ടിയാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു കേട്ടോ. ഇല്ല ഇല്ല, ഇനി ചെയ്യില്ല. പ്ലീസ് കം. ഇറ്റ്സ് ഓക്കെ ടോം, കുഴപ്പമില്ല. താങ്ക് ഗോഡ്. കം. നയന, ഇതാണ് എൻ്റെ അപ്പാർട്ട്മെന്റ്. സോറി, നമ്മുടെ അപ്പാർട്ട്മെന്റ്. താൻ പോയി ഒന്ന് ഫ്രഷ് ആവടോ. ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വാടോ. കൂൾ നയന. ടോം, എന്താണ് ടോം? ഞാൻ ആ ലോക്ക് ചെയ്തല്ലേ, പിന്നെ എങ്ങനെ കയറി വന്നേ? കൂൾ നയന, നമ്മുടെ ബെഡ്റൂം അല്ലേ? ഇറ്റ്സ് നോട്ട് ഫെയർ ടോം. നമ്മൾ ഇവിടെയല്ലേ ജീവിക്കാൻ പോകുന്നേ. അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ കൂൾ. മാറ് ടോം അങ്ങോട്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പിന്നെ എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഇഡിയറ്റ്.
നയന അപ്പൊ പ്ലീസ്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. താനത് ആക്സെപ്റ്റും ചെയ്തു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു നയന. പപ്പയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈവൻ ആഫ്റ്റർ മാരേജ് നമ്മൾ സെയിം തന്നെ ആയിരിക്കും. ഹീപ്പ് അതിന് വേറെ ആളെ നോക്കണോടോ സ്കൗണ്ടർ. നയന, തനിക്കൊന്നുമില്ലടോ. ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നേ ഇപ്പൊ തനിക്കുള്ളൂ. ചേച്ചി എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്. 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ, മരുന്നിന്റെ സെഡേഷനാ. ഫ്ലാറ്റിൽ ചെന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്താൽ എല്ലാം ഓക്കെ ആവും. ഇതങ്ങ് അകത്ത് വെച്ചേരെ. ഹലോ. നീ ഇനി ഇവിടെ കുറച്ചു ദിവസം നിന്നിട്ട് പോയാൽ മതി. ഞാൻ മീരെ വിളിച്ച് പറഞ്ഞോളാം. അതൊന്നും ശരിയാവില്ല ചേച്ചി. ഒന്നും പറയണ്ട, നിനക്കിപ്പം ഒരു ചേഞ്ച് ആവശ്യമാ. കേട്ടില്ലേ? ആന്റി ഇനി പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഇന്ന് എന്തൊക്കെ ചെയ്തു? നയന, അതൊരു പ്രോബ്ലം അല്ല. ഒരാഴ്ച കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്തോളൂ. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. ഓ നൈസ്. ഓക്കെ, സി യു. ശ്രീധർ ശ്രീനിവാസ് സർ, യാത്രയൊക്കെ സുഖമല്ലായിരുന്നു? സർ. സൗദിയിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. സോണി, ഇത് ശ്രീധർ, നമ്മുടെ സൗദി ഓഫീസിൽ നിന്നുള്ള ട്രാൻസ്ഫർ ആണ്. ഹായ്. ഹായ്. ടേക്ക് കെയർ ഓഫ് ഹിം. ഷുവർ, പ്ലീസ് കം. താങ്ക് യു സർ. ഹലോ, ഞാൻ നാൻസി. ഹായ്, നമസ്കാരം. ഹായ്. ഹലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ പേര് ഗായത്രിയാണേ. ഹലോ, നമസ്കാരം. ഹലോ. ഹായ്, ഞാൻ മായ. ഇത് എന്റെ ക്യാബിനായിരുന്നു. ഇയാള് കാരണം എന്നെ തട്ടി അപ്പുറത്തിട്ടു. വെച്ചിട്ടുണ്ട് ഞാൻ. Alfredo, French fries, all salad. Okay. Da, make it faster. ഈ നാറ് ചത്തില്ലേ? ഇവനിപ്പോ ഇതിന് ഇങ്ങോട്ട് ഇട്ടെടുക്കണത്? നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇടയി. ഒരു പുരോഗതി ഒന്നും കാണാനില്ലല്ലോ. അയ്യോ, ദാരിദ്ര്യം ദാരിദ്ര്യം. എന്തു പറ്റിയാണ് ഒരു വിഷമം? നീ ആയിരിക്കണം ജാടത്തിട്ട് കണ്ട. യഥാ അവനെ ഞാനായിട്ട് ദുബായി കൊണ്ടിറക്കിയതാ ചെമ്മരിയായിട്ട് നോക്കാൻ. അവൻ ആ ഷെയ്ക്കിനെ സോപ്പിട്ട് ഇപ്പൊ ഷെയ്ക്കിനെ കടുമ്പിൽ ഓടിച്ചിട്ടുണ്ടായി. നമ്മളിപ്പോഴും ഈ ഊഴ ഷോപ്പിന്റെ മാനേജെന്നും പറഞ്ഞ് അണ്ണൻ വിഷമിക്കാരി. അണ്ണന്റെ രാജയോഗം വരും. അപ്പൊ നമ്മളെ കൂടെ ഓർത്താ മതി.
രമേശ ആ മുളയും കിടക്കടേ. ആ എങ്ങനെയുണ്ട് നോക്കി. ആ നോക്കട്ടെ. എരിവ് കുറച്ചുകൂടാ. അതെയാ? ആ നോക്കാം. അയ്യേ, ഇതാരാണ് ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ്? ശ്രീയാ? ശ്രീ, നീ എവിടെ എത്തിയാ? ആ ഓക്കെ 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 ഓക്കെ, ഞാൻ വിളിച്ച് പറയാം. ഈ ലോകം മുഴുവൻ നമ്മുടെ ഫോളോവേഴ്സ് നിറഞ്ഞു കിടക്കണല്ലേ. നീ ധൈര്യമായിട്ടിരി. പിന്നെ അവിടെ ഒരു പെരേരയുണ്ട്, ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. ആ പിന്നെ ഇപ്പൊ നമ്മുടെ പേജിൽ ഞാൻ ലൈവ് വരൂട്ടാ. ഒരു കിടിലനായിട്ടുണ്ട് ഇപ്രാവശ്യം. പെരേര ഒരു സാധനം നോക്കി കാണൂല. ആ പെരേര നമ്മുടെ ശ്രീ ഉണ്ടല്ലോ, അങ്ങോട്ട് വരുന്നുണ്ട് സൗദിന്ന്. അവന് ഇങ്ങോട്ട് വന്നാ? അവന് വേണ്ട എല്ലാ കാര്യവും ഒന്ന് ചെയ്തു കൊടുക്കണം. ആ അതെ അതെ. ആ നമ്മൾ തമ്മിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. ഒരു അറബീനെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപയായിട്ടാണ് അവൻ വരുന്നത്. പിന്നല്ലാതെ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നിനക്കും രക്ഷപ്പെടാം. ആ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടുപിടിക്കും. അവൻ നേരെ നിന്റെ അടുത്തേക്ക് വന്നോളും. ഞാൻ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. എന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ടാ? കലക്കി. ഓക്കെ 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 ഓക്കെ. അതെ രക്ഷപ്പെടാൻ നോക്ക്. ഓ ലൈവ് തുടങ്ങാൻ സമയമായി. ഹായ് ഗൈസ്, ഞാനിപ്പോ ഒരു കിടിലൻ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത സ്കോച്ചാണ്. അതിനുള്ള സെറ്റപ്പുകളാണ് ഇവിടെ നിങ്ങൾക്ക് പുറകിൽ കാണാം. ഉടനെ സ്കോച്ച് റെഡിയാവും. ഇത് മായമില്ലാത്ത വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുമായി ഞാൻ ഉടനെ എത്താം. സ്റ്റേ ട്യൂൺ വിത്ത് us. താങ്ക് യു. എടാ നീ പറഞ്ഞ രാജയോഗം ഇല്ലേ? ഓ അത് ഇന്ന് സെറ്റാവും. എവിടെ Uncle, can you give me a water? വാട്ടർ വെക്കണ്ട, എന്നോടല്ല സ്വന്തം അപ്പനോട് വെക്കണം കേട്ടാ. Papa, what's wrong with this man? Excuse me. Please give some water. Hi, Sri. പെട്ടി നിറച്ച് സംസാരിക്കൂലേ? സെറ്റപ്പായാലോ മുത്തേ. നീ ക്ഷീണിച്ചു പോയിട്ടാ? നീ ഒന്ന് കഴിച്ചാ? കഴിച്ചു കഴിച്ചു. വേണ്ടെന്ന് വേണ്ട വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഒന്നും വേണ്ടേ? ഏയ് വേണ്ട, കുഴപ്പമില്ല. എന്റെ ഡ്യൂട്ടി മോനോട് പറഞ്ഞേക്ക് ഞാൻ റിസൈൻ ചെയ്തെന്ന്. വിശ്വാസമില്ലേ? നീ ഞങ്ങക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട് കാണാട്ടാ. ഈ ബാഗ് നേരത്തോ ഞാൻ പിടിച്ചോളാം. കസ്റ്റംസ് കുഴപ്പമൊന്നുണ്ടാവില്ല. എനിക്ക് ജ്യൂസ് വല്ലതും വേണോ? ഏയ് ഒന്നും വേണ്ട. ഏയ് ഞാൻ ഇന്ന് വെളുപ്പിന്റെ സ്വപ്നം കണ്ടടാ. വെളുപ്പിനയുടെ സ്വപ്നം ഫലിക്കുന്നല്ല പറയണത്. ഞാൻ നോക്കിയപ്പോ നമ്മുടെ പുതിയ ഷോപ്പ് അൽ ശ്രീ പെരേര പിസ്സ ഹട്ട്. നമ്മുടെ ഓർഡറുമായിട്ട് നമ്മുടെ പെരേര പിസ്സ ഹട്ടിന്റെ വണ്ടികൾ UAE-യിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു. നമ്മൾ വലിയ മുതലാളിമാരെ പോലെ ഇരിക്കുന്നു. പിസ്സ ഭയങ്കര ഹിറ്റാവുന്നു. നമ്മളിത് ഹിറ്റാക്കാൻ വേണ്ടി ഒരു പിസ്സ ഫ്രീ കൊടുത്തുകൊണ്ട് UAE-യിലെ മൊത്തം ആൾക്കാരെ നമ്മൾ അഡിക്റ്റ് ആക്കുന്നു നമ്മുടെ പിസ്സക്ക്. എങ്ങനെയുണ്ട്? ഓക്കെ, നീ വിചാരിച്ചതൊക്കെ നടക്കൂട്ടാ. അങ്ങനെ മാത്രമല്ല എന്റെ പ്ലാൻ. പിന്നെ അത് കഴിഞ്ഞാല് US, യൂറോപ്പ്, ഓസ്ട്രേലിയ, അമേരിക്ക, അങ്ങനെ അന്റാർട്ടിക്ക വരെ നമ്മുടെ ഷോപ്പിന്റെ ഫ്രാഞ്ചൈസ് നമ്മൾ കൊടുക്കും. നീ ഒരു സംഭവട്ടാ പെരേരാ. ഇപ്പൊ നമ്മൾ പോണത് നമ്മുടെ മദർ ഷോപ്പ് കാണാനായിട്ട്. ഇതാ കേട്ടാ, 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമുക്ക് പോയിരിക്കാം.
എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്ഥലം? ദേ ആ ഭാഗത്ത് പുറത്തുമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ബോർഡ് വരും. അവിടെയാണ് ക്യാഷ് കൗണ്ടർ വരുന്നത്. ഇത് സെന്ററിലായിട്ട് കിച്ചൺ. മൊത്തം നമ്മൾ ഇന്റീരിയർ ചെയ്യും. ഇതിന്റെ ചുറ്റിനുമായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അവരൊക്കെ നമ്മുടെ പിസ ഓർഡർ ചെയ്യുന്നു, കൊതിയോടെ കഴിക്കുന്നു. നമ്മളൊരു പിസയ്ക്ക് ഒരെണ്ണം ഫ്രീ കൊടുത്ത് കച്ചവടം പിടിക്കുന്നു. പാകിസ്ഥാനികളെ, ഈജിപ്ഷ്യൻസിനെയും ഫിലിപ്പീൻസിനെയും കൂടുതൽ മാട് പണിയെടുപ്പിക്കും. നീ 2000 സ്ക്വയർ ഫീറ്റിന്റെ കമ്മീഷൻ എത്തുന്ന ഞാൻ പറഞ്ഞാൽ മതി. ഞാനത് വായിലോട്ട് തള്ളി വെച്ചേട്ടാ. ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. ഇതിനൊക്കെ കുറെ പൈസ ആവൂലടാ. ഇപ്പൊ തന്നെ അവർ അഡ്വാൻസ് 80,000 ദിർഹംസാ ചോദിച്ചത്. പിന്നെ നിന്നെ പോലും ഷെയ്ഖിന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ തന്നെ മേടിക്കാനുള്ളത്. എന്നാലും നമ്മളെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഞാനൊരു 70,000 ദിർഹംസിനെ അങ്ങോട്ട് ഉറപ്പിച്ചു. തൽക്കാലം നീ ഒരു 1,00,000 ദിർഹംസ് ഇങ്ങോട്ട് തന്നെ. കുറച്ച് പട്ടച്ചെലവൊക്കെ ഉണ്ടല്ലോ, പിന്നെ കുറച്ചൊരു കമ്മീഷനും കൊടുക്കാണ്ട്. 1,00,000 ദിർഹംസാ? മതി. കളിയാക്കിയതാണോ? അപ്പൊ കുഞ്ഞച്ചൻ പറഞ്ഞതാ. കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞോന്ന്? എന്റെ കയ്യിൽ 10 പൈസ ഇല്ലാട്ടാ. എടാ അപ്പൊ നീ IT മേഖലയിൽ ജോലി എടുത്ത പൈസക്ക് എന്ത്? അതൊക്കെ എല്ലാ മാസം കറക്റ്റ് ആയിട്ട് ഞാൻ അച്ഛൻ അയച്ചു കൊടുക്കും. പിന്നെ നീ പൈസ കൊടുത്തോളല്ലോ നിന്റെ അച്ഛനെ കഞ്ഞി കുടിക്കാൻ. അപ്പൊ നിന്റെ അടുത്തൊന്നുമില്ലേ? പിന്നെ നീ എന്തിനാ എന്റെ അടുത്തോട്ട്? ഞാനൊരു റൂമിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തടാ. കുഞ്ഞച്ചൻ പറഞ്ഞിരുന്നു, നീ വിചാരിച്ചല്ലേ നടക്കുള്ളൂ. വാ കേറാം. ഇവനത് എവിടെ പോയി? പോയാ? ഓ കുഞ്ഞച്ചാണ് ഇതിനൊക്കെ കാരണം. ഒരു ഫോണും കുറച്ച് ഇന്റർനെറ്റ് ഉണ്ടെന്ന് കരുതി എന്ത് പോക്കറ്റ് കാണിക്കണം? അയ്യോ എന്റെ ട്രൈപോഡ്. സെലിബ്രിറ്റിയാണ് ഞാൻ. എന്നിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇല്ലീഗലാണ്. ഇത് ലീഗലാണോ? പിന്നെ എന്നാ പോവാ. സാറ് ലൈവ് കണ്ടു വന്നാണ് എന്നെ ഫോളോ ചെയ്യണ്ട. സാറി ഫോൺ എടുത്തു, അല്ലെങ്കിൽ കലം പിടിച്ചാലും മതി. അങ്ങോട്ട് നോക്കി. ഹലോ എടാ കുഞ്ഞച്ചൻ നാറി, നീ എന്തൊക്കെയാണ് ശ്രീനെ പറ്റി പറഞ്ഞത്? അവൻ വേറെ സീറോ ആണല്ലോ. എടാ ആ ശ്രീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാം കയറി വൈറലായിട്ടാ. ആ ചിലപ്പോ എന്നെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. നീ കയറി തള്ളിയാർന്നേ ഇവന്റെ ജോലി പോയേനെ. അല്ല ജോലി പോയല്ല മുതലാളി. Hi sir. ¿Cómo está acá? I'm fine sir. Maputi? Yeah, how is sales today? Everything okay? Everything's good sir. Hey, നീയല്ലേ ചങ്ങായി കുറച്ച് നേരത്തെ റിസൈൻ ചെയ്തിട്ട് പോയത്? ആര് പോയി? ഞാൻ റിസൈൻ എഴുതി കൊടുത്തിട്ടില്ല. നീ പോയത് നന്നായി. നിന്നെ പിരിച്ചുവിടാൻ നിൽക്കണായിരുന്നു. ദേ നിനക്ക് പകരം അപ്പോയിന്റ് ചെയ്ത പെൺകുട്ടിയാണ് നിൽക്കുന്നത്. മുതലാളി എന്ത് വർത്താനാണ് മുതലാളി പറയണത്? എന്റെ പ്രാരാബ്ദം കൊണ്ടല്ലേ മുതലാളി മുതലാളിയുടെ അടുത്ത് ഞാൻ വരുന്നത്. എന്റെ ചേട്ടൻ മുതലാളി. ഒരു പണി, നീ ഡെലിവറിക്ക് വയ്ക്കൂ. ഡെലിവറിയാ? ഇത് ഏത് പിച്ചക്കാരൻ വിശേഷമാണ് ബസ് സ്റ്റോപ്പിൽ പിസ് ഓർഡർ ചെയ്തത്? നീ എന്താണ് ഇവിടെ? ഞാനാ പിസ്സ ഓർഡർ ചെയ്തത്. നീ എന്നെ അങ്ങോട്ട് പോളല്ലേ? ആന്നാ നിന്നെ കണ്ടുമുട്ടി ഒറ്റ ദിവസം കൊണ്ട് മാനേജർ ഞാൻ ഡെലിവറി ബോയ് ആയി. നീ അല്ല ആരാടാ എനിക്ക് ഇവിടെ ഉള്ളത്? നീ പഴയതെല്ലാം മറന്നൂല്ലേ? നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചോരാടാ? ഒരുമിച്ച് മരിക്കാൻ പോലും. ഒരുമിച്ച് മരിക്കാനായിട്ട് നിന്റെ കാമുകയല്ലേ ഞാൻ? എന്നെ പൊന്നു ഷെയ്ക്കേ, ഞാൻ ജീവിതത്തിൽ ഒരു സ്വപ്നം കണ്ടതാണ് കോടീശ്വരനാകാനായിട്ട്. ഇത്തിരി അഹങ്കാരവും വന്നുപോയി. നിനക്ക് പ്രശ്നം കിടക്കാനൊരു സ്ഥലമല്ലേ? അതിനെങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം.
ഞാൻ ഈ വലിയ ബാഗ് ഒന്ന് ഓർഡർ അനുസരിച്ച് എല്ലാവർക്കും പിസ്സ കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു പിസ്സയൊക്കെ ഞാൻ തിന്നിട്ടും കൂടി ഇല്ല, അറിയാമോ? എടുത്തോ. എന്റെ കാശ് എന്തായാലും ഞാൻ തന്നെ കൊടുക്കണ്ടേ? പിസ്സ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പശയല്ല, ഭയങ്കര പൈസ. കലിപ്പിലാണെന്ന് തോന്നുന്നു. ഇത് എവിടെയായിരുന്നു? എത്ര നേരം കാത്തു? ട്രാഫിക് ആയിരുന്നു. ഓ, എന്നു തന്നെയല്ലേ പറയണേ? എന്ന് തന്നെയല്ലേ ചോദിക്കണേ. ഇതാര്? ഹലോ ഹലോ, ഇതാരുടെ ഈ പുതിയ യക്ഷി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ? ആളെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 9 ബി പഠിച്ച ശ്രീധർ, നമ്മള് ക്ലാസ് കെട്ടിയത് എണ്ണത്തോണി കാണുമ്പോ ഇപ്പൊ സുകുമാരൻ സാറൊക്കെ ഓടിയില്ലേ, ആ കൂട്ടത്തിലുണ്ടായ ശ്രീധർ. മനസ്സിലായി മനസ്സിലായി. ആയുർവേദം, അതാണ് എണ്ണത്തോണിയുടെ കാര്യം മനസ്സിലായി. എന്നിട്ടിപ്പം അവൻ എവിടെ ഉണ്ട്? ആളെന്റെ കൂടെ ഉണ്ടെന്നേ. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ചോണ്ട് വൈകുന്നേരം അങ്ങോട്ട് വീട്ടിലേക്ക് വാ. അത് പിന്നെ പറയണോ? ഓക്കെ ഓക്കെ. എടി, ഇന്ന് വൈകിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഓ, കേട്ടു കേട്ടു. ഇനി ഇതും അവിടെ കയറി കൂടാനുള്ളതാണോ? നീ എന്തിനാണ് വെറുതെ എഴുതാപ്പുറം വായിക്കണേ? അവൻ അവിടെ വരും, ഭക്ഷണം കഴിക്കും, അതുവഴി അങ്ങ് പൊക്കോളും. അങ്ങനല്ലാതെ പിന്നെ ഇതുപോലെ വന്ന് കേറിയോമാരാ ഇപ്പൊ അവിടെ ഉള്ളവരൊക്കെ. ഇങ്ങോട്ടാടാ പറയാം. എടാ, ഈ പ്രവാസികളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നറിയാം? നൊസ്റ്റാൾജിയ. അത് വെച്ചിട്ടാണ് നമ്മുടെ തീറ്റയും കുടിയും ഉറക്കവും എല്ലാം നടക്കാൻ പോകുന്നത്. എനിക്കൊന്നും മനസ്സിലാവണില്ല ചേട്ടാ. അതായത് ഞാൻ പറയുന്ന സ്കൂളിൽ നീ പഠിച്ചു, ഞാൻ പറയുന്ന ബദാമരച്ചോട്ടിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു, നമ്മൾ ഒന്നിച്ചൊരു കുളത്തിൽ കുളിച്ചു, കുട്ടപ്പച്ചന്റെ കടയിൽ നമ്മൾ മിഠായി വാങ്ങിക്കുന്നു, മാവിന് കല്ലെറിഞ്ഞു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അത് ശ്രദ്ധിച്ച് കേട്ടോളാം. മനസ്സിലായ? പിന്നെ ഇപ്പൊ പോണ വീട്ടില് ഇതേപോലത്തെ നൊസ്റ്റാൾജി വെച്ചിട്ട് അവിടത്തെ ആളെ എന്ത് ചോദിച്ചാലും ഈ നൊസ്റ്റാൾജി പറഞ്ഞാൽ മതി. മെയിൻ ആയിട്ട് ബദാമരച്ചോട്ട്. ഓക്കെ? പിന്നെ എനിക്ക് ഇതാണ് ഗില്ലി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ശ്രീ അൽ ശ്രീധർ, നമ്മുടെ കമ്പനിക്കാരാണ്. ഇനി ഇവിടെ ഉണ്ടാവും. ഇത് ജുബിലി. ഹലോ. അങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഇത് സൈനു. ഹലോ. സൈനു. ഭയങ്കര സംഭവം പോലെ. നീ കുളിച്ചാ? രണ്ടല്ലെന്നും വേണ്ട, അൽത്താഫ് അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ബെറ്റ്. ഇവിടെ നീ എന്റെ കൂടെ നിലത്ത് പാവരിച്ച് സുഖമായിട്ട് കിടക്കണം. പിന്നെ ഫസൽ വരാൻ നേരത്ത് വൈകിട്ടത്തെ സംഭവങ്ങൾ റെഡിയാക്കിക്കണേ. അതിനു മുമ്പ് നീ നല്ലോണം ഒന്ന് ഫ്രഷ് ആയി എന്റെ ക്രീം എടുത്ത് വാരിത്തേക്കണാണെങ്കിൽ ഞാൻ തന്നെ ഒന്ന് അത് പറ്റിച്ചായിരിക്കണം. ഇത് എവിടെ വെക്കാ? കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നിന്നുള്ള അസൽ കുത്തരിച്ചോ. ഇത് കണ്ട കുട്ടനാടൻ ചമ്പക്കുളത്തിൽ ചൂണ്ടയിട്ട് പിടിച്ചെടുത്തായല്ല. അതെ, ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു എഗ് ബുർജ് പഠിപ്പിച്ചാലോ? സത്യത്തിൽ എനിക്ക് ആദ്യം ആളുടെ മനസ്സിലായില്ല, പിന്നെ പെരേര പറഞ്ഞപ്പോഴാ നമ്മുടെ എണ്ണത്തോടി മനസ്സിലായത്. അല്ലെങ്കിൽ വലിയടത്ത് കിടക്കണവനൊക്കെ ഞാനിങ്ങനെ ഉണ്ട്. അതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മ ചെറുപ്പത്തില് പോയി. ഓ, സോ സാഡ്. അല്ല, ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മളൊക്കെ ഇല്ലേ കൂടെ. പിന്നല്ലത്. ഫസൽ അതറിഞ്ഞോട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടത്. ഇവനിവിടെ കുറെ ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ എന്റെ കൂടെ അല്ല നമ്മുടെ കൂടെ കൂടണമെന്ന് നിർബന്ധം. അതാ വിളിച്ചിട്ടുണ്ടത്. സത്യം പറഞ്ഞാൽ മച്ചു, അതാണ് സ്പിരിറ്റ്. ലോകത്ത് വേറൊരു ബന്ധത്തിന് നമ്മൾ കൂട്ടുകാരുടെ കൂട്ടായ്മയുടെ ബന്ധത്തിനോളം വരില്ല. ഞാനൊന്ന് അകത്തോട്ട് പോയിട്ട് വരാം. വിളിക്കുന്നു. ചെറിയ പൊങ്ങനാണെന്നേ ഉള്ളൂ, ബാക്കി സെറ്റപ്പ് ഒക്കെ ഓക്കെയാ. ഇത്രയും പേര് പോരാനിട്ടാണോ ഊരും പേര് ഒന്നും അറിയാത്ത ഒരാളും കൂടെ? സത്യം പറ, നിങ്ങക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ലടി. എടി, ഇതെനിക്ക് ശരിക്കും അറിയാവുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് എണ്ണത്തോണി. നിങ്ങൾ ഇത് കുറെ നേരം ആയാലും എണ്ണത്തോണി എന്ന് പറയുന്നത് അതെന്താ സാധനം? ആയുർവേദ കോളേജ്. ആയുർവേദ കോളേജിന്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്കൂള്. നമ്മുടെ സ്കൂളിൽ വിളിക്കും. അതെ, നിങ്ങൾക്ക് ആവശ്യം എണ്ണത്തോണിയല്ല, തലയ്ക്ക് നെല്ലിക്കത്തളവാ. മുത്തേ, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അറിയാന്നുള്ളാടി അവനെ. അവനൊരു അവസ്ഥയാവണവർ അവനോട് നിന്നോട്ടെ.
പിന്നെ ഇക്കാക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ. പഴയ സ്കൂള്, പഴയ ഓർമ്മകളുടെ നൊസ്റ്റാൾജിയ, കമ്പനി, നല്ല ബെസ്റ്റ് കമ്പനി. ഇപ്പൊ തന്നെ പഞ്ചപാണ്ഡവന്മാരായി. ഇങ്ങനെ പോയാൽ എണ്ണത്തിൽ കൗരവരാനെ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. കൗരവർ സിനിമയിൽ ഏത് കഥാപാത്രം? അവർക്ക് സിനിമ മാറിപ്പോയത്. ഓ മച്ചു, നാളെ ഇവിടെ തന്നെ കിടക്കാൻ പറ്റണേ. ഒരു കുഴപ്പം വരുത്തരുതേ. പേരരെ ഇങ്ങനെയൊക്കെ പറഞ്ഞവിടെ നിക്കണോടാ. അവര് വെറും പാവങ്ങളല്ലേ. അല്ല ഞാനെപ്പോഴാണ് അങ്ങേരോടെ പഠിച്ചേ? അതിനിവിടെ ആരവനെ കൂടി പഠിച്ചത്? എക്കൂടായിപ്പല്ലേ ഞാൻ ഉൾപ്പെടെ. നീ കിടന്നുറങ്ങാൻ നോക്കിയേ. ആദർശം കാണിച്ച പരിപാടിയാവട്ടോ. ഈ എണ്ണത്തോനയുടെ കേസ് എവിടെ നീട്ടി? അന്നത്തെ കാലത്ത് ആ പടമൊക്കെ കാണാതെ ആരാണ് ഇവിടെ ജീവിച്ചിരിക്കണത്? അന്നേ വാട്സപ്പും ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ. അണ്ണന്മാരല്ല വല്ലാണ്ടാ. എടാ ഈ സിനിമയിൽ എന്താ സംഭവം? വല്ല കഥയത്ര ഇടവല്ല? ഞാൻ ഈ യൂട്യൂബ് നോക്കിട്ട് കിട്ടണില്ല. അതിനൊന്നും വലിയ കഥയൊന്നുമില്ല. ഒരു മസാല ചേച്ചി ഉണ്ടാവും. അവരുടെ കൂടുതലൊരു ഡ്രൈവറോ വേലക്കാരനോ കറവക്കാരനോ ഉണ്ടാവും. ഇന്റർവ്യൂല് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ കൊണ്ടുപോകും. നമ്മളൊരുമാതിരി ലോട്ടറി എടുത്തിട്ട് പേപ്പറിൽ നോക്കാൻ നേരത്ത് 2 നമ്പറിനൊക്കെ അടിക്കാതെ പോകില്ല. ആ ഒരു അവസ്ഥയില്ല. ഇന്റർവ്യൂല് കഴിഞ്ഞ പിന്നെ പ്രതികാരം ഒരുക്കുള്ളൂ. പക്ഷെ ഒരു കാലത്ത് ഈ ആന്റിമാരൊക്കെ ഇവിടുത്തെ നവോത്ഥാന നായികമാരായിരുന്നു. ഇപ്പോഴത്തെ മുതലൊന്നും അല്ല. അവരൊക്കെ ഒന്ന് നിരന്ന് നിന്നാലുണ്ടല്ലോ. ചൈന മുതൽ ചുറ്റുമായിരുന്നു. അതൊരു കാലം. നിനക്കൊക്കെ ഇപ്പൊ സണ്ണി വേനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സണ്ണി വേനല്ല, സണ്ണി ലിയോൺ. അപ്പോൾ അതും കണ്ട് കിടക്കാനല്ലേ? കിടന്നുറങ്ങണേ. നീ വേറെ റെഡിയാവും. ഞാൻ പുറത്തേക്ക് കേട്ടാ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വൃത്തിയായിട്ട് സാധനം ഇവിടെ ഇടരുതെന്ന്? വൃത്തിയായിട്ട് സാധനം എന്റെ ഷഡ്ഡിയല്ലേ? എന്താ കുഴപ്പം? 2-3 തോളേണ്ടതല്ലേ ഉള്ളൂ. എല്ലാം തുടങ്ങി പറഞ്ഞു എന്റെ ഷഡ്ഡിയെ കുറ്റം പറയരുത്. മേലെ ഇത് ആവർത്തിച്ച എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയും. എന്റെ ചേച്ചി, ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. അല്ലാത്തപ്പോഴും എന്തെങ്കിലും വരാൻ വേണ്ടിയില്ല കൊണ്ട്. അതെ, നിങ്ങളൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നാശം പിടിക്കും. കേട്ടതൊന്നും ഇവരൊന്നും എടുക്കാറില്ലെന്ന്. ഒന്നൊന്നും ഞാനും ഡ്രൈവറായ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിൽക്കണ്ടില്ല. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ വിടും. ബാക്കി നീ നോക്കിക്കോളോട്ടാ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എടാ ശ്രീ, നിനക്ക് ഈ പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള വെപ്രാളവും പ്രവേശമൊക്കെ ഇപ്പോഴും ഉണ്ടാ? കാണുമ്പോഴും മിണ്ടുമ്പോഴും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തൊടാന്നൊക്കെ ഉണ്ട്. അവിടെ കുറെ പെൺപിള്ളേരൊക്കെ ഉള്ള കേസാവും. മോളെ, ഇപ്പൊ നീ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇതിൽ നിന്ന് നിനക്ക് എപ്പോഴായാലും റിയൽ ലൈഫിലേക്ക് തിരിച്ചു വന്നേ മതിയാവും. ഒരു കാര്യം മാത്രം, നീ ഈ ചുറ്റുവട്ടത്തേക്ക് ഒന്ന് കണ്ണോടിച്ചേ. നിന്നേക്കാൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിന്റെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ തന്നെ. 10 വർഷം കൊടുമ്പിരി കൊണ്ട പ്രണയം, വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് ഒരു കല്യാണം. എന്നിട്ട് എന്തായി? 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊച്ചിനെ ഇങ്ങ കൈ തന്നിട്ട് അയാള് പൊടിയും തട്ടി അങ്ങ് പോയി. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ കൊച്ചിനെയും കൊണ്ട് താഴേക്കെടുത്ത് ചാടണമായിരുന്നോ? ചാടിയില്ലല്ലോ, ജീവിച്ച് കാണിച്ചു കൊടുത്തില്ലേ?
എങ്ങനെയുണ്ട് മുരിഞ്ഞ? അതെ, ഇവിടെ എന്താ പരിപാടി? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ ഫസല് ബാപ്പേകം പോണേന്ന്. അതിന്റെ സന്തോഷമാണിത്. ഏ നീ വന്നേ പിന്നെ നീ ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വെച്ച് തട്ടിയിട്ടുണ്ട്. കൊച്ചിന്റെ അച്ഛൻ അങ്ങനെ ഗ്ലാസ്സിൽ ഞാൻ കൊണ്ടുവരാം. നല്ല ഡീലായിരുന്നല്ലേ. ഇതാ ചേച്ചി, എന്താടാ? മോളിലേക്ക് കുറച്ച് ഐസ് കൊണ്ടുവരാൻ പറഞ്ഞു. ഫ്രിഡ്ജിലുണ്ട്, എടുത്തോ. അല്ല, നീ പൊക്കോ, ഞാൻ കൊണ്ടുവന്നോളാം. ഐസ് എവിടെ? ഐസ് കൊണ്ടുവന്നില്ലേ? എന്നാളെയാ സന്തോഷത്തിന്റെ ദിവസമാണ്. നീ ഇതോടെ വച്ചിട്ട് ഇവിടെ നിക്കി. വാ അളിയാ, ആ ബദാമര ചോട്ടില് നമ്മളെല്ലാരും കൂടി ഒത്തുകൂടുന്ന ഓർമ്മയുണ്ടോ? തുടങ്ങിയോ? എടീ, ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്, ഞാൻ പറയും. എടാ, ബദാമര ചോട്ടില് ഒഴിച്ചു അളിയ തല്ലിത്തേങ്ങ തല്ലി പൊട്ടിച്ച് അതിനകത്തുള്ള ബദാം പരിപ്പെടുക്കണ ഓർമ്മയുണ്ടോ? എടാ, നമ്മുടെ നാട്ടില് ബദാമിന് തല്ലിത്തേങ്ങ എന്നല്ലടാ പറയണത്. അല്ലേ അളിയ? അവറാഞ്ചേട്ടന്റെ വീട്ടില് നമ്മളന്ന് കശുമാങ്ങ പറിക്കാൻ പോയി, നിനക്ക് ഓർമ്മയുണ്ട? നമ്മളന്ന് ഓടിച്ചെന്ന് കശുമാങ്ങ പറിക്കാൻ പോയിട്ട് അവറാഞ്ചേട്ട കമ്പെടുത്ത് ഞാനവിടുന്ന് ഓടിയിട്ട് ആ മുള്ളുവേലി ചാടി കിടന്നപ്പോ 1 ഏക്കർ പോലെയായിരുന്നു ഇവിടെ മുറിവുണ്ടായിരുന്നത്. നിനക്ക് ഓർമ്മയുണ്ട? നീ ഉണ്ടായിരുന്നില്ലേ അതിന്റെ കൂടെ? ഞാനല്ലേ, ഞാൻ വന്ന് നോക്കുമ്പോ കമ്പി വേലി കൊണ്ട് നിന്റെ പക്കം മുഴുവൻ മുറിഞ്ഞിട്ട് ചോര വന്നിട്ട് ഞാനല്ലേ പോയി കമ്മ്യൂണിസ്റ്റ് വെച്ച പറിച്ചിട്ട് നിന്റെ മുറിവിലിട്ടിട്ട് നീ നീരായിട്ട് കരഞ്ഞല്ലേ? എപ്പോഴാന്ന് എനിക്കറിയാമല്ല. അളിയ, അബ്ദുഖാന്റെ വീട്ടില്, നമ്മുടെ റേഷൻ കട നടത്തുന്ന അബ്ദുഖാന്റെ വീട്ടില് മോള് ജെന്നി ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ അവർക്ക് ലെറ്റർ എഴുതി കൊടുത്ത് ഓർമ്മയുണ്ടോ? എനിക്ക് കൊടുത്തു. ആ ലെറ്ററിന്റെ ഇടയിൽ നീ മറുപടിക്കായി കാത്തിരുന്ന് എഴുതി വെച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിനക്കല്ല ഓർമ്മയാണ് കേട്ടോ. എല്ലാം ഇന്നലെ കഴിവുള്ള തോന്നുന്നല്ലേ? ഹലോ അച്ഛാ, നീ എവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഇപ്പഴാച്ചാ എല്ലാം ഒന്ന് ശരിയായതേ. അവിടെ താമസമൊക്കെ എങ്ങനെയുണ്ട്? വിശ്വ എന്ത് പറയുന്നു? അത് അച്ഛാ, ഞാനിവിടെ അങ്കിളിന്റെ കൂടെ അല്ല, ഒരു കൂട്ടുകാരന്റെ കൂടെയാ. അത് ശരി. അപ്പൊ പറഞ്ഞ പോലെ ചെയ്യല. വിശ്വന്റെ കൂടെ താമസിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ഓഫീസിലേക്ക് ദൂരം ഉള്ളതുകൊണ്ടാച്ചാ ഞാൻ ഇവിടെ കൂടിയത്. ശരി ശരി, എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് വരാൻ ആലോചിക്കുക. വിശ്വനോടെ നിന്റെ കല്യാണക്കാരി ഒന്ന് സംസാരിക്കാൻ. വിശ്വ നിന്നെ ഒന്ന് കണ്ടോളും. എന്നാ ശരി. ശരി അച്ഛാ. ആ സമയത്തുണ്ടായ ഷോക്കിൽ നിന്നുള്ള പ്രശ്ന. ഞാനിവിടെ ഇല്ലേ, മാഷിന്റെ മോൾക്ക് ഒരു കുഴപ്പവും വരില്ല. ദേ, ഇപ്പൊ മോളുടെ താഴെ കളിക്കാൻ പോയേക്കുവാ. നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങും. ആ, അവള് വന്നെന്ന് തോന്നുന്നു. നൈനെ, നിനക്ക് ഫോൺ. ആര്? ദേ, അപ്പച്ചനാ. നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ എന്റെ നമ്പറിൽ വിളിച്ചത്. മോള് കുളിക്കാൻ വാ. അപ്പച്ച. അത് പോട്ടടോ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ? ഏയ് ഇല്ല അപ്പച്ച, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഓക്കെ മോളെ. പിന്നെ അമ്മച്ചിക്ക് നിന്നോട് എന്ത് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ കൊടുക്കാം. മോളെ, നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. അതൊന്നും സാരമില്ല അമ്മച്ചി, ഞാനതൊക്കെ എപ്പോഴേ വിട്ടു. ദേ, അടുത്ത പള്ളി പെരുന്നാളിന് നീ ഇവിടെ ഉണ്ടാവണം. അമ്മച്ചിയുടെ നേർച്ചയത് കേട്ടല്ലോ. വരാം അമ്മച്ചി. ശരി. ഓക്കെ, ശരി. ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഷോപ്പിങ്ങിന് പോവാം. പോവല്ലോ. വാ, നിന്നെ ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഏയ് കുഴപ്പമില്ല ചേച്ചി, ഞാൻ എൻ്റെ കാറിൽ നോക്കോളാം. ഗുഡ്. ബൈ. ബൈ.
ഗുഡ് ഡിസിഷൻ നയന. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. പിന്നെ ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു തനിക്കെതിരെ. അറിയാമല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ, വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. അറിയാം സർ. ഓക്കെ, ക്യാരി ഓൺ. താങ്ക് യു സർ. ആടാ പറ പറ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ ഓഫീസിൽ. ഹായ്. അല്ല, എക്സ്ക്യൂസ് മീ. ഹായ് നയന. ഹായ് സർ. ജോയിൻ ചെയ്തു അല്ലേ? ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. സത്യത്തിലൊന്ന് എന്താ പറ്റിയത്? സർ ഞാൻ കുറച്ച് ബിസിയാണ്, സോ പ്ലീസ് ലീവ് മൈ അലോൺ. ഓക്കെ 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 ഓക്കെ. ആ ശ്രീ, ഞാൻ ഒരു മെയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അൽമിനാർ കമ്പനിയുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. സർ, പെൻഡിങ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ക്ലയന്റ് ആണ്. ഓക്കെ സർ. ഓക്കെ. ശ്രീ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയോ? അതെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. Gayatri? ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ, ഇതെല്ലാം മെയിൽ അയക്കാനുള്ള ഡോക്യുമെന്റ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ടൈം എളുപ്പം ചെയ്തു തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ. എവിടെടാ, ഇറങ്ങിയില്ലേ? ആ ചേച്ചി, ഞാൻ ഓൺ ദ വേ ആണ്. നോക്കി വരണേ. ആ ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. ഞാനിപ്പോൾ എത്തും. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഓക്കെ മോളെ. ഓക്കെ, ബൈ. ചേച്ചി, ഇത് മേടിച്ചോ. താഴെ വീഴാതെ നോക്കണേ. ആ, ഇവിടെ പിടിച്ചു പിടിച്ചു. താങ്ക് യു. ഇവിടെ ഇതവിടെ പോയി. നീ എന്താ സാറ്റ് കളിക്കുവാണോ? ഇല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനിങ്ങനെ ഒളിച്ചു നിൽക്കണോ? അതിന് ആര് വിളിച്ചെന്ന്? ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? എന്റെ പൊന്നോ, കടന്നേ, പോ പോ. നയന, വാട്ട് ഹാപ്പൻ ടു യു? വർക്കുകളെല്ലാം പെൻഡിങ്ങിലാണ്. മേ ഐ കം ഇൻ സർ? യെസ്. വാട്ട് യു വാണ്ട്? സർ, പ്രിന്റ്. യെസ്, ടേക്ക് ഇറ്റ്. താങ്ക് യു സർ. സി, നിങ്ങളുടെ ടാലന്റ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു ബാധ്യതയാക്കി മാറ്റരുത്. ജസ്റ്റ് ഫിനിഷ് ദ വർക്ക് അർജന്റ്ലി. സോറി സർ, ഞാൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്തോളാം. ഓക്കെ, യു മേ ഗോ. ഐ ആം സോറി സർ.
നയന നയന ഗാലിച്ച് കമ്പനിയുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ശരിയായോ? അവര് 2 വട്ടം വിളിച്ചിരുന്നു. എനിക്ക് കുറച്ച് സമയം തരുമോ? ഞാൻ ചെയ്തു തരാം. ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്. സോറി, ഞാൻ നാളെ രാവിലെ തന്നെ ഫയൽ ചെയ്തു. ഓക്കെ. ആ ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? പറ്റിയതൊക്കെ ഞങ്ങക്ക. എന്റെ പൊന്നോ, ഒരു ദിവസം ഓഫീസിൽ ഒരു സീനുണ്ടായി. പട്ട് കേസാ. താമസമൊക്കെ ശരിയായോ? ഇവിടെ അടുത്ത് ഫ്രണ്ടിന്റെ കൂടെ പേയിങ് ഗസ്റ്റ് ആയിട്ടും കൂടെ കൂടി. പേയിങ് ഗസ്റ്റ് അല്ലേ? ഹായ് ശ്രീ. ഓക്കെ ശരി. ഓക്കെ. ആ ഗായത്രി, എന്തുണ്ട് വിശേഷങ്ങൾ? ഞാനൊരു മെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കിക്കോട്ടെ. എന്തെങ്കിലും പോകുന്നത് അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഹോ മോളെ, അവൻ സ്കൂട്ടായടി. എന്നാ മോളെ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അവനൊരു ഗേ ആണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ദേ ആരൊക്കെയാ വന്നേക്കുന്നേന്ന് നോക്കിയേ. ആരെ ചെന്ന് നോക്ക്. ഹലോ. എപ്പറ്റി എല്ലാവരും? നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. അവൾ സ്ഥിരം കത്തിയടി ഫോണുമായിട്ട് ബാൽക്കണിയിലുണ്ട്. ഹലോ. എന്താടി സുഖല്ലേ? ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. നീ എങ്ങോട്ട് പോകുന്നു? നമുക്ക് ഒരുമിച്ച് പോടാ. എനിക്കൊരു ആവശ്യമുള്ളോണ്ടാ. ആ നിങ്ങള് പിന്നെ വന്നാ മതി. എന്താവശ്യം? വേണ്ട. എന്നാ ശരി. ബൈ ബൈ. ടേക്ക് കെയർ. ബൈ ബൈ. പോട്ടെ ചേച്ചി. വാ, എനിക്ക് കുറച്ച് കാര്യം പറയണ്ട. വാ. നയന, താങ്ക് യു. ഇന്നലെ മെയില് കിട്ടിയായിരുന്നു കേട്ടോ. അതൊരു തലവേദന കേസായിരുന്നു. റിയലി പ്രൗഡ് ഓഫ് യു നയന. നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരും ഞങ്ങളാരും വിചാരിച്ചില്ല. വി ആർ റിയലി ഹാപ്പി ഫോർ യു. ഓക്കെ. ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. വർക്കൊക്കെ സ്പീഡിൽ നടക്കുന്നതെന്ന് ഓഫീസിലെല്ലാവരും പറയുമ്പോഴും എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് ചേച്ചി. നീ ഇത്ര സില്ലി ആകാതെ മോളെ. നീ വിചാരിക്കുന്ന പോലെ ഇത് മായാവിയും കുട്ടിച്ചാത്തനൊന്നല്ല. നീ
കഴിക്കുന്ന മരുന്നിന്റെ സെഡേഷൻ കാരണമാണ് ഈ ഓർമ്മക്കുറവ്. എന്നാലും ചേച്ചി ഒരെന്നാലും ഇല്ല. ഫ്രഷ് ആയി ഓഫീസിൽ പോകാൻ നോക്ക്. ഓരോ കണ്ടുപിടുത്തം കൊണ്ട് വന്നേക്കുന്നു. താങ്ക് യു വെരി അഹ്ലൻ വസഹ്ലൻ. കം കം. വെൽ ഡൺ നൈന. താൻ കൊടുത്ത കോട്ട് അൽഹംദി കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു താൻ പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് വരുമെന്ന്. ആ സൈറ്റ് വിസിറ്റിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളൂ. ശരി സർ. ഓക്കെ നൈന, ഗുഡ് ജോബ്. താങ്ക് യു. ഹലോ. നയന, എന്തുണ്ട് വിശേഷം? ഏയ് നയന, ഒന്ന് നിൽക്കുന്നേ. അപ്പൊ താനാണല്ലോ എന്റെ മെയിലൊക്കെ ഫോർവേഡ് ചെയ്ത് ഈ പണിയൊക്കെ ഒപ്പിക്കുന്ന തന്നെ ഞാൻ കാണിച്ചു തരാടോ. I'll call the police. മാഡം മിണ്ടി പോ. ഹലോ എടോ, ഹലോ. ജീശോയെ, ഹലോ സെക്യൂരിറ്റി, ആ ചേട്ടാ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? ആ സാറേ, സാറേ എണീക്ക് സാറേ. എന്തു പറ്റി സാറേ? ഒരു മെയിൽ അയച്ചതാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരാ സാർ. ഹലോ, വാ കേറ്. അല്ല, ഞാൻ ബസ്സിൽ പോയിക്കോളാം. കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബാക്കിലല്ല, ഫ്രണ്ടില്. താങ്ക്സ്. പോവാം.
താൻ ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ വേറെ വഴിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നാളെ കാണാം. ശരി എന്നാ. ഇതിപ്പോ ഏതാ സ്ഥലം? ഏയ് നയന, എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി. ഹായ് ശ്രീ. നീ അങ്ങ് വളർന്നു പോയല്ലോ. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊരു കോഫി കുടിച്ചാലോ? അല്ലാണ്ട് എനിക്ക് ഓഫീസിലേക്ക്. വാ, ഇരിക്ക് ശ്രീ, ഇരിക്ക്. ഷോ, എന്തായാലും എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ ഇന്നലെ ഇവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കേറാൻ തോന്നിയില്ലല്ലോ. നിന്റെ അച്ഛൻ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ മോളെ കണ്ടിട്ടുണ്ടോ? അവളിപ്പം മുട്ടം പെണ്ണായി. നീ കുറെ കരയിപ്പിച്ചതല്ലേ? ദേ നോക്ക്, നോക്കിയേ. എവിടെയാ നീ? ഞാൻ ഓഫീസിൽ. ജലജി അവിടെ വന്ന് നിന്നെ കണ്ടുല്ലേ? നീ അങ്ങോട്ടൊന്നും ചെല്ലാറില്ലെന്ന് പറഞ്ഞു. ഓഫീസിലെ തിരക്കുകള്. വിദ്യ നീ കണ്ടുവല്ലേ? ആ അതെ, ഞങ്ങൾ അതങ്ങ് ഉറപ്പിക്കുക. ഇനി അതങ്ങ് വെച്ച് നീട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ. ഹലോ. ഓക്കെ സർ, ഫോർവേഡ് ചെയ്തു. താങ്ക് യു. AC കുറവാണോ? കൂട്ടണോ? വേണ്ട. പിന്നെന്താ വെട്ടി വേർക്കുന്നേ? അറിയോ? ഓക്കെ, അതെന്റെ നേച്ചറാണ് ചേച്ചി. ശ്രീയുടെ വിശേഷങ്ങളൊക്കെ ഇവള് പറഞ്ഞു. അച്ഛന്റെ പുന്നാര മോനാണല്ലേ? ഇയാളവധി. ചേച്ചി ബിസിയാന്ന് തോന്നുന്നു. നമുക്ക് പോയാലോ? വിട്ടോ വിട്ടോ, ഇവിടെ ഇരുന്നാ വേർത്ത് കുളിക്കും. ഞാൻ എന്നാ പോട്ടെ. ബൈ. നയന, എനിക്കിഷ്ടായി. നിങ്ങൾ നല്ല ചേർച്ച. പിന്നെ ഒന്ന് പോച്ചേ അവിടെ നിന്ന്. ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി ശ്രീ. ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ആളാന്നറിയോ? തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എന്നൊരു വലിയ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? തന്നെ നാണം കുണുങ്ങി സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്ക. നമുക്കൊരു ടീ കുടിച്ചാലോ? ഓക്കെ.
ഒരു മിനിറ്റ്. മോളെ, ഞാൻ ടോമിന്റെ ഫാദറാണ്. ശ്രീ, വേഗം വാ. എല്ലാവരെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും ഈ മരുഭൂമിയിൽ വന്നത്. പക്ഷേ പടച്ചോൻ അങ്ങനെ എല്ലാവരുടെയും സ്വപ്നങ്ങളൊന്നും നടത്തി തരില്ല. ആദ്യമൊക്കെ ചെറിയ ജോലിയും കച്ചവടമൊക്കെ ആയിരുന്നു. ഒന്നും ഗതി പിടിച്ചില്ല. പിന്നെ എപ്പോഴോ ദുബായിൽ പെണ്ണുങ്ങളെ മോഹിച്ച് വന്ന് ഇറങ്ങുന്നവരുടെ ഇടനിലക്കാരനായിട്ട് മാറി. ആദ്യമൊക്കെ ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ശീലമായി. പോക്കറ്റിൽ വന്ന് വീഴുന്ന ദിർഹംസ് അത് മാത്രമായിരുന്നു നോട്ടം. ആ കൂട്ടത്തിൽ അവന് വേണ്ടി ഒരുപാട് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. കിട്ടുന്ന ഓരോ ദിർഹത്തിലും 1000 ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു തന്നെ ചെയ്തത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 5-6 വയറ് നിറയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ എല്ലാം ചെയ്തത്. ക്ഷമിക്കണമെന്നോ പൊറുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ശപിക്കണം, വെറുക്കണം. അങ്ങനെ 1000 ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും എന്റെ ജീവിതത്തിന്റെ അവസാനം.
പക്ഷെ അവസാനം വരെ ജീവിക്കണമല്ലോ. ജീവിച്ചല്ലേ പറ്റൂ. പോട്ടെ. Take the body. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തിനായിരുന്നു അവൾ? ഒന്നും അറിയില്ലടാ. ഇന്നലെ എന്ത് സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവളെ ഒത്തുകൂടിയത്. അവള് വളരെ ഹാപ്പി ആയിരുന്നു. എന്നിട്ടൊരു സൂചന പോലും. നമ്മൾ ഇന്നലെ ഉറങ്ങിക്കിടന്നപ്പോഴാ അവൾ ഈ കടുങ്കൈ ചെയ്തത്. അതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ വിഷമിച്ചിട്ടെന്തിനാ? ആ കുട്ടിക്ക് അത്ര ആയുസേ പടച്ചോൻ കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതുക. ആ ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. സമാധാനിക്കുക. ഇതിലും വലുത് എന്തൊക്കെയോ വരാനെന്ന് കണ്ണി കൊണ്ടത് പുരുത്തി കൊണ്ടത് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ശരിയാ. എന്തോ മനുഷ്യത്. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചു കാണില്ല. ഞാൻ നിന്നും കഴിക്കാൻ എടുക്കാം. വേണ്ട ചേച്ചി, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നുന്നു. അതെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശ്രീ, നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ആകെ ഡ്രൈ ആയിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ശ്രീക്ക് അറിയോ, ഞാൻ ഈ നാട് വിട്ടാലോന്ന് ഒരാലോചിച്ചായിരുന്നു. പോട്ടെ. താങ്ക്സ് അടോ. താങ്ക് യു സോ മച്ച് ശ്രീ. പോട്ടെ. ഗുഡ് നൈറ്റ്. ചേച്ചി, എന്താടി? എന്താടി?
എന്നെ ഇപ്പൊ ദിയ ചേച്ചി വിളിച്ചിരുന്നു. എനിക്കൊന്നും. എന്നിട്ട് എന്താ പറ? എടി മീരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഷി വാസ് പ്രഗ്നന്റ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. നിന്റെ അടുത്ത് അവള് വല്ലതും ഷെയർ ചെയ്യായിരുന്നു എന്ന് പറയുമ്പോ ബോയ് ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും? അവളുടെ സ്വഭാവം നിനക്കറിയാലോ. അവള് വളരെ ഫ്രണ്ട്ലിയാ. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ആരാ എങ്ങനാ? മീരയുടെ ഫോണോ? മിസ്സിംഗാ. പോലീസ് ട്രേസ് ചെയ്യായിരിക്കും. എടി എന്നാലും അവള് ചെന്ന ആദ്യം മീരയുടെ വീട്ടിൽ പോകണം. അവളുടെ സാധനങ്ങൾ അവളുടെ അമ്മയുടെ അടുത്ത് കൊടുക്കണം. പക്ഷെ അവളുടെ അച്ഛനോടും അമ്മയോടും എന്ത് പറയണമെന്ന് മാത്രം എനിക്ക് അറിയില്ല. സാരല്ലടി, നീ വിഷമിക്കണ്ട. നീ സമാധാനമായിട്ട് പോയിട്ടോ. എടുത്തല്ല നടക്കും. മീരയുടെ മരണത്തെ തുടർന്ന് സുപ്രധാന വിവരങ്ങൾ പങ്കുവയ്ക്കാനായി പ്രമുഖ പ്രവാസിയായ ശ്രീ ജേക്കബ് സക്രിയ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജേക്കബ് സക്രിയ, താങ്കൾക്ക് ഈ മരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല ഷിനി, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ എന്നാത്തിനാ ഇവളുമാർക്ക് വക്കാലത്തുമായിട്ട് വരുന്നത്? കല്യാണം കഴിഞ്ഞ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിലിരിക്കേണ്ടവള് അന്യനാട്ടിൽ കിടന്ന് ധാരാളിക്കുക. അവസാനം എന്ത് സംഭവിക്കും? മറ്റുള്ളവന്റെ കുഞ്ഞിനെ തോളിലിട്ട് നാട്ടിൽ വരേണ്ട ഗതികേടില്ല. ശ്രീ ജേക്കബ് സക്രിയ, താങ്കൾ മരണപ്പെട്ട ഒരു കുട്ടിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇതെന്ത് വിവരമില്ലായ്മ ഇയാളീ പറയുന്നേ? ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ? ഇതുപോലുള്ള വിവരദോഷികൾ പറയുന്ന കേൾക്കാനും അത് അതുപടി വിഴുങ്ങാനും നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. ഓരോരോ വിവരക്കേടേ. നീ റെഡിയായോ? എനിക്ക് നോഫാ. രമണി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചേ. അവിടെ ആരാ വന്നേക്കുന്നേ? വരുമോ ചേച്ചി? ശ്രീ ഒന്ന് വന്നേ. ശ്രീ ഒന്ന് വന്നേ. എന്നെ പിടിച്ചേ. ഞാനിപ്പോ ചത്തു പോന്ന് പിടിക്കണം. നോക്കി നിൽക്കാതൊന്ന് പിടിക്ക്. പട്ടിയൊന്നൊന്ന് പിടിക്കണം. ആരെങ്കിലും ഒന്ന് വിളിക്ക്. ഹലോ, എനിക്ക് ഒട്ടും വയ്യടാ. ഹലോ ചേച്ചി, എന്തു പറ്റി? ഒന്ന് വേഗം വരുമോ? എന്തു പറ്റി ചേച്ചി? ഹലോ ഹലോ. ചേച്ചി, ചേച്ചി, ശ്രീ വന്ന സൈഡിലൊന്ന് സപ്പോർട്ട് ചെയ്ത്. ചേച്ചി, ചേച്ചി, എടാ ഒന്നിങ്ങി വന്ന് പിടിക്കാനല്ലേ പറഞ്ഞ? ശ്രീ ഒന്ന് പോ. കഷ്ടം. ചേച്ചി, ചേച്ചി, ശ്രീ ഒന്ന് പോരാൻ. ചേച്ചി, സാധാരണ ഭർത്താക്കന്മാരാണ് ഉയർത്തേണ്ടത്.
അവനില്ലാത്തോണ്ട് ഞാവില്ലാത്ത എന്താ എന്നാവോ? പ്രസവിച്ച് ഞാനാണോ പെണ്ണാണെന്ന് മാത്രം. ഹലോ ഹലോ, ഒന്ന് മിണ്ടാണ്ടിരിക്കോ? ഹോസ്പിറ്റലാണ്, കിടന്ന് ബഹളം ഉണ്ടാക്കാം. ഹലോ, ഇല്ലടാ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇല്ല, ലേബർ റൂമിലാണ് ഇപ്പോ. ഞാൻ വിളിച്ചോളാം. എടാ ഹോസ്പിറ്റലാണ്, ഞാൻ വിളിച്ചോളാം. അൽതാഫേ, എന്താ പറ്റിയ? കുഴപ്പമൊന്നുമില്ല. എവിടെ? എന്താടാ എന്തായി? കുഴപ്പമൊന്നുമില്ലടാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആകെ ടെൻഷനായി പോയടാ. ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നതിന് ഭയങ്കര താങ്ക്സ് കേട്ടോ. എല്ലാരും ഇല്ല ഇവിടെ. നീ ഇവിടെ പോയി ഞാൻ താഴെ വെയിറ്റ് ചെയ്യായിരുന്നു. എടാ ശ്രീ, നീ ഉണ്ടായിരുന്നത് കൊണ്ടാട്ടോ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇങ്ങോട്ട് ഓടിച്ച വടി പോലും ഞാൻ കണ്ടിട്ടില്ല. ആ, എല്ലാ ക്രെഡിറ്റും വാങ്ങിച്ചെടുത്തല്ലോ, നന്നായി. എടോ, ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുമെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊല്ലുപോലെ നിക്കണമെങ്കിൽ എന്താ തന്റെ പ്രശ്നം? എന്താ പറ. ഒന്നുമില്ല, പറഞ്ഞിട്ട് പോയാ മതി. ശ്രീ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്. തന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഡംബാസ് ഫ്രണ്ടിനെ വേണ്ട. ഒന്നും മനഃപൂർവ്വമല്ല. ഞാനിങ്ങനെയൊക്കെ ആയതിന്റെ കാരണം കടന്നു വന്ന എന്റെ ബാല്യമായിരുന്നു. അമ്മയായിരുന്നു എനിക്കെല്ലാം. അമ്മയ്ക്ക് ചുറ്റിലുമായിരുന്നു എന്റെ ലോകം. അച്ഛന്റെ ദുർവാശിയും മുൻകോപവും പിന്നെ ബിസിനസ് തിരക്കുകളും എല്ലാം ആ പാവത്തിനെയാണ് ബാധിച്ചിരുന്നത്. പക്ഷേ ഒരു സങ്കടവും പറയാതെ അച്ഛന്റെ ഒരു കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ നോക്കാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. അതെ ചാക്കോച്ചനെ ആ പാലം പണിക്ക് എന്നാ കോപ്പും കിട്ടിയില്ല എന്റെ നമ്മളൊക്കെ അടിച്ചു മാറ്റിയവരാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന മാതിരിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇയാൾ എന്തുവാ ചിക്കൻ ഫ്രൈ? ഇതാണോ ചിക്കൻ ഫ്രൈ? ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കഴിക്കാം. നിങ്ങളൊക്കെ എന്റെ അതിഥികളാ. അച്ഛൻ അമ്മയ്ക്കൊരു ബാല്യക്കാരിക്കപ്പുറത്ത് ഒരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. എന്നത്തെയും പോലെ ആ ദിവസവും തുടങ്ങി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ദിവസം. കൊണ്ടുവരുന്നടാ. എന്റെ മോനെ, നിനക്ക് ചൂടോട് ദോശ വേണമെങ്കിൽ അവിടെ വന്നെടുത്തൂടെ? ഈ അമ്മേനെ വെറുതെ ഇങ്ങനെ ഓടിക്കണം. ആ ഓ, ഷൂസ് വെക്കാൻ കണ്ടൊരു സ്ഥലം. ആ ദാ വരുന്നു എന്റെ കൃഷ്ണ. ആ എന്തേ എന്താണ് ഇങ്ങനെയാണ് ഈ ഷർട്ട് തേക്കുന്നത്? എന്തെങ്കിലും കാര്യം നീ ഉത്തരവാദിത്തമായിട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കിപ്പോ പുറത്തു പോകണ്ടാന്ന് നിനക്കറിയാൻ പറ്റും. എന്റെ ഒരു മറവി. അയ്യോ, നീ കഴിഞ്ഞു പോലെ. ഒന്നും ശ്രദ്ധിക്കാതെ അച്ഛൻ പതിവ് പോലെ പോയി.
ബന്ധങ്ങളുടെ കെട്ടുപാടുകളില്ലാത്ത ലോകത്തേക്ക് അമ്മ യാത്രയായി, എന്നെ തനിച്ചാക്കിയിട്ട്. എന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറുടെ ഭാര്യ തൽക്കാലം ഞങ്ങളുടെ തറവാട്ടിൽ താമസം ആരംഭിച്ചു. അവനെന്നെ പല രീതിയിലും അച്ഛാ, എന്താണ് ഞാൻ ഇവിടെ കിടന്നോട്ടെ? നിനക്കെന്താ ആന്റിയുടെ കൂടെ കിടന്നാലും? ആന്റി ചീത്തയാ. ഓടാ അവിടുന്ന്, വേണ്ട ഞാൻ പറയുന്നു. നീ പോയി ആന്റിയുടെ കൂടെ കിടക്ക്. വളർത്തു ദോഷം അല്ല എന്നെ അമ്മ വളർത്തി വെച്ചിരിക്കുന്നത്. അവരുടെ പ്രവൃത്തികൾ എന്റെ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹലോ, നീ എവിടെ പോയി കിടക്ക? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എയർപോർട്ടിൽ വരണമെന്ന്. ഞാനൊരു ഹോസ്പിറ്റലായിരുന്നു അച്ഛാ. ഒരു കൂട്ടുകാരന് എമർജൻസി ആയിട്ടേ ആവശ്യം വന്നപ്പോ. നിന്റെ ഒരു കൂട്ടും ഒരു ഹോസ്പിറ്റലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ നീ വിശ്വന്റെ വീട്ടിലേക്ക് എത്തിയേക്കണം. ശരി അച്ഛാ, എത്തിക്കോളാം. ആരായിരുന്നു ശ്രീ? അച്ഛനോട് എത്തിയിട്ടുണ്ട്. രാവിലെ ചെല്ലാൻ പറയായിരുന്നു. എനിക്ക് പോകണ്ടനേന്. അച്ഛന്റെ മനസ്സിൽ ഓരോ പ്ലാനുകളാണ്. ആ കുടുംബമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി എന്നെ കരുവാക്കാണ്. ശ്രീ പോണം. വിശ്വൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നപ്പോ തന്നെ ഞാനങ്ങ് ഉറപ്പിച്ചു. എന്താ, കുട്ടി നമ്മുടെ കുടുംബത്തിലെ തന്നെയാണല്ലോ, പിന്നെ എന്തെത്ര ആലോചിക്കാൻ. നിന്നെ കുഞ്ഞുനാളെ കണ്ട ഓർമ്മയെ അച്ഛനുള്ളൂ. ഒരുപാട് ഇഷ്ടമായി നിന്നെ. അതെ, പറഞ്ഞു വന്നേ, അവനാളല്പം നാണം കുടുങ്ങിയ. ഈ പെണ്ണുങ്ങളോടൊക്കെ ഇടപെടാനേ അവൻ ഇച്ചിരി പുറകോട്ട്. നേരെ ചൊവ്വി ഒരു പെണ്ണിനോട് പോലും വർത്താനം പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ വിദ്യമോള് മാറ്റി തരല്ലേ ചേട്ടാ. ദേ ശ്രീമോൻ വന്നല്ലോ. അവനിങ്ങ എത്തിയോ? വരുവാ. ഏതാണ് പണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്ന് തുടങ്ങിയട ഈ ശീലങ്ങളൊക്കെ? ഇന്നത്തെ ദിവസം തന്നെ വേണം അല്ലേ? കേട്ടോ വിശ്വ, ഇതിപ്പോ ആദ്യമായിട്ടാ ഒരു പെങ്കൊച്ചിനെ ഇവന്റെ കൂടെ കാണുന്നത്. അതൊക്കെ സാധാരണ അല്ലേ ഏട്ടാ? ഒന്നിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആവുമ്പോ. അതൊക്കെ ശരിയാ. പണ്ടിവനെ കോളേജിൽ പഠിക്കുമ്പോ ഏതോ ഒരു പെങ്കൊച്ചിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ഒരാഴ്ച പനി പിടിച്ച് കിടന്ന കക്ഷിയായി ഇവൻ. അപ്പൊ പിന്നെ ഞാൻ അത്ഭുതപ്പെടാതിരിക്കോ? അല്ല, ഇവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വളർത്തു ദോഷം. ഇവന്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏത് നേരവും കെട്ടിപ്പൂട്ടി വീട്ടിനകത്ത് കുത്തിയിരിക്കും. ചാകുന്നവരെ കൊണ്ടു കിടന്ന ബുദ്ധിമുട്ടേ എനിക്കറിയാം. അച്ഛനൊന്ന് നിർത്തുണ്ടോ? ഓ, തള്ളെ പറഞ്ഞപ്പോ അവന് പിടിച്ചില്ല. അവൾ ഒരുത്തി എന്റെ ജീവിതം എങ്ങനെയാക്കിയത്. എന്നിട്ടവൻ ജനിപ്പിച്ച തന്തയോട് തർക്കുത്തരം പറയാൻ വന്നിരിക്കുന്നു. അമ്മയെ പറഞ്ഞോണ്ടല്ല അച്ഛൻ ഞാൻ. അമ്മ
മരിക്കുന്നതുവരെ അച്ഛനോട് മറുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിവസവും അച്ഛനമ്മയെ വഴക്ക് പറയുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും പരാതി ഒന്നും പറയാണ്ട് ആ പാവം മാറി നിന്ന് കരഞ്ഞിട്ടല്ലേ ഉള്ളൂ. താലി കെട്ടി 3 നേരം ഭക്ഷണം കൊടുത്തോണ്ട് ഒരിക്കലും നല്ല ഭർത്താവില്ല അച്ഛാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പൂവിട്ട് പൂജിക്കണമായിരുന്നു. പൂജിക്കണമായിരുന്നു. അതായിരുന്നു എന്റെ അമ്മ. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒരാഴ്ച പനി പിടിച്ച് കിടന്നതിന്റെ കഥ. ഞാൻ ഇങ്ങനെയൊക്കെ ആയതിന്റെ കാരണം അച്ഛൻ അറിയാമോ? എന്നാ അച്ഛനത് അറിയണം. വേണ്ടതിനും പറയാം. നീ പോയി ആന്റിയുടെ കിടക്ക്. ചക്കരമുത്ത് അവിടെ കണ്ണെവിടെ, അവിടെ മൂക്കെവിടെ, അവിടെ ചൂണ്ടെവിടെ? വാവേ മാമനൊരു പാട്ട് എടുത്തരട്ടെ. ഹാജി മസ്താൻ സലാമൂക്കും ഷാജി പാപ്പൻ വീരം പാപ്പൻ എന്താ എന്റെ പാട്ടിന് കുഴപ്പം? ഈ മാതിരി പാട്ടാണോ കുട്ടികൾക്ക് പാടി കൊടുക്കണം? ഷാജി പാപ്പൻ പിള്ളേർക്ക് ഇഷ്ടമാണ് അല്ലേ മുത്തേ? ഹലോ. ഓ താങ്ക് യു. പെട്ടെന്ന് കരച്ചില് മാറിയല്ലോ. ആ അതാണ് നമ്മള്. നോക്കി നിങ്ങൾ ഇവിടെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കെ നമ്മള് മോളിലോട്ട് അല്ലേ മച്ചു? കൊച്ചു പാല് കുടിക്കട്ടെ, നമുക്ക് കള്ളു കുടിക്കാം. പേരെന്തായാലും കണ്ടുവച്ചിട്ടുണ്ടോ? ഒന്നും കണ്ടുവച്ചിട്ടില്ല, നോക്കണേ നീ. ഇന്നലകൾ ഇതുവഴിയേ നൊമ്പരമാ പുഞ്ചിരിയും തൂകി. ഓ തുടങ്ങി. ആ കുഞ്ഞിനെ ഉണർത്തു എല്ലാരും കൂടെ. പോയി എന്താണ് പരരെ? എന്താ പറ. എനിക്കൊരു സത്യം പറയണം. നീ പറയണം. സത്യം പറഞ്ഞോ. നമ്മളീ ബദാം മരിച്ചോട്ടില്ലല്ലോ. ബദാം നിനക്ക് ഇഷ്ടമല്ലാന്ന് ഇവിടെ നിങ്ങൾ എന്താണ് അവൻ പറയട്ടെ സത്യം? എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവൂല. അധികം ബഹളം വെക്കലേ, കൊച്ചു ഉണരും. ബഹളം വയ്ക്കും. ഇന്ന് നമ്മള് ബഹളം വയ്ക്കും. ഈ ബഹളം കേട്ടാലുണ്ടല്ലോ പാപ്പാന്റെ കുഞ്ഞുമോക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അവക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എല്ലാരും നോക്കേ, എന്റെ ഭാര്യ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച. എല്ലാ ദുരന്തത്തിലും ഒക്കെ എന്റെ കൂടെ കാട്ടക്കി ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് എന്റെ കൂടെ നിന്നവളാ. ഐ ലവ് യു ഡി. സത്യം പറഞ്ഞ അളിയ, ഓർമ്മ വെച്ച കാലം തൊട്ട് എത്തിയും കാര്യമില്ല. അനാഥത്വം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സ്നേഹം, സ്വന്തം ബന്ധം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, എവിടാ പഠിപ്പിച്ചത്? എവള് കാണണമല്ല, എവള് തൃശ്ശൂർ വലിയ തറവാട്ടുകാരിയാ. ഇവളുടെ ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉള്ള തറവാട്ടുകാരി. പക്ഷെ എല്ലാ ഒരു ദിവസം വിട്ടറിഞ്ഞ് ശൂന്യതയിലേക്ക് കൂടെ ഇറങ്ങി വന്നു എന്റെ അടുത്തോട്ട്. കംപ്ലീറ്റ് ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കാനാ കൂടെ വന്നത്. പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവദൂതനുണ്ടാവുമല്ലോ, ഒരു ഗബ്രിയേൽ മാലാഖ. അങ്ങനെ ഒരാള് നമുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ വിസയാണ് ദുബായിലേക്ക്. ദുബായിലേക്ക് വിസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന സന്തോഷത്തൊന്നുമല്ലായിരുന്നു, വീണ്ടും ദുരിതം തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു കംപ്ലൈന്റും പറയാണ്ട് എന്റെ കൂടെ നിന്നവളാ. ഒരു ദിവസം ഇവള് എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അതിൽ ഞാൻ തകർന്നു. അതെ, ഈ വരുന്ന വിഷുവിന് നമുക്ക് നാട്ടിൽ പോവാം. ഹലോ, നീ എന്റെ മയ്യത്ത് കണ്ട ഇറങ്ങുള്ളൂ അല്ലേ? എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ പാവങ്ങളാട്ടോ. പാവങ്ങള്. എടി, ഞാൻ നിന്നെയും കൊണ്ട് കടല് കടന്നില്ലായിരുന്നെങ്കിൽ
എന്റെ കൈയും കാലും വെട്ടിയെടുത്ത് അവര് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇട്ടനെ. എടി, നിനക്ക് വിഷു, നമുക്ക് ഇവിടെ ആഘോഷിക്കാം. പിന്നെ ഊരും പേരും നാടും നാട്ടുറൊന്നുമില്ലാത്ത നിങ്ങളല്ലേ ഇവിടെ വിഷു ആഘോഷിക്കുന്നത്? മാനത്തുനിന്ന് പൊട്ടി വീണ സാധനം. ആ ചോദ്യം ആകെ വിഷമിപ്പിച്ചടി. അങ്ങനെ അന്നുണ്ടായതാ ബദാം മരച്ചോട്ടിൽ എന്നുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പ്. ആ ബദാം മരച്ചോട്ടിലെ ആദ്യത്തെ മെമ്പർ എന്റെ പെരേര. അവൻ തന്നതാ നിങ്ങളെ 4 പേരെ. പിന്നെ എടാ, എനിക്കറിയാം നിങ്ങൾ ആരും എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരല്ല. ഇതാണ് ഞാൻ പറയാൻ പോയ നഗ്നമായ സത്യം. അളയാ, വൃത്തിയോട് കൊണ്ട് പറ്റിപ്പോയതാ. ഞങ്ങള് നാളെ തന്നെ എല്ലാരും പൊക്കോളാം. ഇവിടെ എങ്ങോട്ട് പോവാൻ? ഒരാളും ഇവിടെ നിന്ന് പോകുന്നില്ല. നിങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടാവണം. നമുക്ക് 5 ആങ്ങളമാരെ ഇപ്പൊ കിട്ടിയിരിക്കണേ. എന്റെ കുഞ്ഞു മോൾക്ക് 5 അമ്മാവന്മാരെ. ഇനി സ്വന്തക്കാരില്ലെന്ന് പറയോടി. അപ്പോ നമ്മുടെ ബദാം മരച്ചോട്ടില് പോടാ. അപ്പം യു ഗൈസ് കണ്ടിന്യൂ. ഞാനൊന്ന് മോളൊന്ന് കണ്ടിട്ട് വരാം. അതെടാ, അവൻ പാവളാ. അവൻ നമ്മൾക്ക് ഇത്ര നാൾ തീറ്റിപ്പൊറ്റില്ലടാ. എല്ലാരും എന്താണ് അവരുടെയൊക്കെ ലൈഫ് അല്ലേ? ജീവിക്കുകയാണെങ്കിൽ അവരെ പോലെയൊക്കെ ജീവിക്കണം. അവരുടേതായിട്ടുള്ള ലോകം. കുറെ ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമല്ലേ? എന്തോ എന്തോ പറഞ്ഞാലും ഊമൂ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ. ആഹാ, ശ്രേയാണ് നാട്ടിൽ. ഹലോ ഡി, എന്തോ നിന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കണേ? നമ്മുടെ മീര. മീര, നീ കാര്യം എന്താന്ന് പറ. എന്റെ നാട്ടിലെ നമ്പറിലേക്ക് ഒരു വീഡിയോ അയച്ചിരുന്നു. വീഡിയോ? എന്ത് വീഡിയോ? ഞാൻ നിനക്കത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഹലോ ശ്രേയ, ഹലോ ശ്രേയ, നീ ഇത് കാണുമ്പോഴേക്കും നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരത്തിലായിരിക്കും ഞാൻ. ആർക്കും മുന്നിലും ഒരു കുറ്റക്കാരിയെ പോലെ വന്ന് നിൽക്കാൻ എനിക്ക് ശക്തിയില്ല മോളെ. കാരണം ഞാൻ എന്റെ നായനെ ചതിക്കുകയായിരുന്നു. അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തരികയും ചെയ്തു. അവൻ നയനെ ചതിച്ച പോലെ എന്നെയും ചതിച്ചു. ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് തെറ്റുകളുടെ കൂടെ ഈ ഒരു വലിയ തെറ്റ്. വിടില്ല ഞാൻ അവനെ. ഇനി ഒരു പെൺകുട്ടിയുടെ ലൈഫ് നശിപ്പിക്കാൻ പാടില്ല. ആ മോളെ,
ഇവിടെ എല്ലാരും എത്തി. ഇനി നീ മാത്രമേ ഇവിടെ വരാനുള്ളൂ കേട്ടോ. നാളെ കഴിഞ്ഞ് കല്യാണാണേ. ഞാൻ നൈറ്റ് ഫ്ലൈറ്റ് എടുത്തങ്ങ് എത്തിക്കോളാം. പോരുന്നതിന് മുമ്പ് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു, അതാ. സെബാസ്റ്റ്യ, തിരുമേനിയുടെ ഒരു അറിയിപ്പായിട്ടാണ് ഞാൻ വന്നത്. അന്നാമേ, എല്ലാവരും കേൾക്കാനാ ഞാൻ ഈ പറയുന്നത്. ഇത്തവണ പോളച്ചൻ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ സെബാസ്റ്റ്യൻ നോക്കണം. അതിപ്പോ എങ്ങനെ അച്ചോ? അവൻ ഈ വീട്ടിലൊരു അംഗമല്ലേ, വരാതിരിക്കാൻ പറ്റുമോ? വിത്തൗട്ട് അല്ലയോ? വന്നോട്ടെ, വരണ്ടാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കി സഭയ്ക്ക് കളങ്കം വരുത്തിയ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടില്ല, ഈ കല്യാണം നടക്കില്ല. എന്നത്തെ പോലെ ഇടനിലക്കാരെ എന്നെ കിട്ടില്ല. അവൾ എന്നാ പരിപാടിയാ കാണിച്ചേ? നിനക്ക് അപ്പനോട് പറയാൻ മേലായിരുന്നോ? അത് അപ്പനും അവളും തമ്മിലുള്ള ഒരു പ്ലാനിങ് ആടാ. മക്കളെ, ഈ പെട്ടിയങ്ങ് എടുത്തോ. അച്ചോ, എന്നതാടാ പെമ്പർത്തിയും കുട്ടികളെയൊന്നും കൊണ്ടുവന്നില്ലടാ. ലീവ് കിട്ടണ്ടേ അച്ചോ? കാശുണ്ടാക്കാനുള്ള തെത്രപ്പാടില് ബന്ധങ്ങൾക്കൊക്കെ എന്ത് വില അല്ലേ. എടാ അങ്ങ് മേലോട്ട് പോകുമ്പോ കാലിനടി പറ്റിയിരിക്കുന്ന ഒരു തരി മണ്ണ് പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അത് ഓർമ്മ വേണം. അതെങ്ങനെയാ? വള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട. അമ്മച്ചി, ഞാനങ്ങോട്ട്. കാലം പോയ പോക്കെ പണ്ട് പട്ടിണിച്ചോറും കാത്ത് പള്ളി കിടന്നവന്മാരാ. ഇപ്പോഴത്തൊരവസ്ഥ. ജിമ്മി. ഹായ് ജിമ്മി, ഐ എം നയന. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കം, യു സ്റ്റേ ദേർ. ജിമ്മി, എനിക്ക് ടോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വെദർ യു ആർ ഗോണ ടേക്ക് ഇറ്റ് ആസ് ഒഫെൻസീവ് ഓർ എനിത്തിങ്. പക്ഷെ അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞോ? ഈ പെർഫോമൻസിന് നിനക്ക് എത്രയാ റേറ്റ്? അതെ, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഈ നാട്ടിലാണ്. ഇതെന്റെ നാടാണ്. ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്ന പഴഞ്ചൻ ഏർപ്പാട് അതിവിടെ ചെലവാവില്ല. എങ്ങനെങ്കിലും കുറെ കാശുണ്ടാക്കണമെന്ന് വിചാരിച്ച് നിന്നെ പോലെ കുറെ പേര് കയറി വന്ന് മലയാളികളുടെ മാനം കെടുത്തു. ടോമനോട് സൂചിപ്പിച്ചിരുന്നു, ഇതുപോലെ ചില നാടകങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. നിനക്കൊക്കെ പല ജോലി എടുത്തും ജീവിച്ചൂടെ? മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ടായിരിക്കുമല്ലോ നിന്നെക്കാളും അന്തസ്. ഗെറ്റ് ലോസ്റ്റ് യു ബിച്ച്. തോട്ടത്തിനുടയോനെ എന്നെ ഏൽക്കുവാൻ വന്നവൻ നീ,
ഇളം കാറ്റത്ത് കൊണ്ടുപോകാം ഉല്ലാസം എനിക്കവിടെയുണ്ട് കർത്തനെ എന്റെ വേളിക്കായി നീ വിശ്വയിച്ച മണവാട്ടിയായി വിശുദ്ധനാം സത്യ മണവാള കരുണ ചെയ്തിന്നിൽ ശരണം നീ പന്തലിൽ കണ്ടേ കണ്ടേ കല്യാണത്തിൻ കോലാഹലം പള്ളിയിൽ മിന്നും കെട്ടിക്കൂടുന്നിതാ എല്ലാവരും മണവാട്ടിപ്പെണ്ണിൻ നിലക്കണ്ണിൽ അഴകായി വിരിയും കനവ് ആരും കാണാൻ നടപ്പുവിൻ നിഴല് മണവാളച്ചക്കൻ കണ്ടാൽ പാവം പുറമേ കളിയും ചിരിയും ഉള്ളിലുണ്ട് ആരും കാണാക്കരണ് തകിലടി താളത്തിൽ ഇടവകയൊന്നാകെ ഒരുമിച്ച് ചേരും പോലെ ആഘോഷനാണ് ഉയരണ ട്രംപറ്റ് പിടിവിട്ട് സെറ്റപ്പ് മുഴങ്ങണം നെഞ്ചത്താകെ ബീറ്റോട് ബീറ്റ് ഒളിവിട്ടും നിറച്ചേലോടെ മിന്നും കെട്ട് പണികിട്ടും ഇതിൻ പിന്നാലെ എട്ടിൻ വെട്ട് ചിരികത്തും കളർ മത്താപ്പായി മാറും മൊത്തം തുടുത്ത പോക്കുവയിൽ ചന്തമിഴും പെണ്ണെ മനസ്സിനുള്ളറയിൽ ചിന്തകളെന്തേ നിനക്ക് കൂട്ടുവരും ആൺകിളിയിന്നാര് ഉദിച്ച സുന്ദരനാം സോളമനല്ലേ രുചിക്കൂട്ടുമൊത്തിരി കൂട്ടമുണ്ടടി അച്ചാമയെ നീ വാട്ടടി മാറി നിനക്ക് പാളി നോക്കണം ആലോകരവാ മണവാളനി പിരിവാട്ടം എന്തിനു ചില്ലാവണം നീതോ കരത്താറ് നിക്കണ ഫ്ലാഷ് മിന്നണ ചുമ്മാ ചിരിക്ക് നോക്ക് കാക്ക് ടപ്പേ ടപ്പേ എത്തും മനത്ത് ആരും ആരും ഞെട്ടിത്തഴിക്കും നാട്ടിൽ മൊത്തം കൊട്ടും കുഴൽ താളം മാവേശം മണ്ണും വിണ്ണും ഒപ്പം നിൽക്കും പന്തലിൽ കണ്ടേ കണ്ടേ കല്യാണത്തിൻ കോലാഹലം പള്ളിയിൽ മിന്നും കെട്ടിക്കൂടുന്നിതാ എല്ലാവരും ഹായ് ഗുഡ് ഈവനിങ്. ഇന്ന് ജിമ്മിയുടെയും ടോമിൻ്റെയും കല്യാണമാണ്. ഞങ്ങൾ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. കാരണം ജിമ്മി ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു ഗേള്. പിന്നെ ഞങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ജിമ്മി. കാരണം ഞങ്ങൾ ഒരുമിക്കാൻ കാരണം ജിമ്മിയാണ്. അതുകൊണ്ട് തന്നെ ജിമ്മിക്കും ടോമിനും എല്ലാ ആശംസകളും നേരുന്നു. Wish you both a very happy married life. Thank you. Oh, thank you so much for the words.
മയക്കൊന്നു വരുമോ? നിക്ക്, അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അവള് പറയട്ടെ. എൻ്റെ പേര് നയന. ടോമും ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു. വെറും ഫ്രണ്ട്സ് അല്ല, ക്ലോസ് ഫ്രണ്ട്സ്. ആ ബന്ധത്തിന്റെ ആഴളക്കാൻ വേണ്ടിയിട്ടേ ഇവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു ട്രെയിലർ അയക്കുമായിരുന്നു. ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഈ ദിവസത്തില് ഒരു ഫുൾ സിനിമ ഇവന് ഗിഫ്റ്റായിട്ട് കൊടുക്കാന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. ആരാ ടോം ഇത്? അതല്ല ചേട്ടാ പറഞ്ഞത്, ഒരു ഷോ ഇവൻ പലപ്പോഴായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. നിന്നെ പോലുള്ളവർക്ക് അങ്ങനെ കാണിക്കാൻ പലതും കാണും. അതൊക്കെ ഞാൻ ഓൾറെഡി ജിമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ജിമ്മിയുടെ ആദത്തെ തട്ടിയെടുക്കാൻ വന്നൊന്നുമല്ല ഞാൻ. ഇതൊക്കെ ഇവളുമാരുടെ സ്ഥിരം പരിപാടിയാ. കുറെ കുന്ത്രാണ്ടങ്ങളും കൊണ്ട് വരും കാശ് കെട്ടാൻ വേണ്ടി. തട്ടിപ്പാ. അത് തന്നെ. എന്നതാടാ മോനെ പ്രശ്നം? എന്താണ് സംഭവം? കല്യാണത്തിന് അലമ്പുണ്ടാക്കൂലെന്നല്ലേ പറഞ്ഞുള്ളൂ. കെട്ട് കഴിഞ്ഞില്ലേ? ഇവൾമാരൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാവട്ടെ. പോലീസ് വരും, ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് എത്തും. അതാണല്ലോ പതിവ്. പക്ഷെ എനിക്ക് പറയാനുള്ളതും കാണിക്കാനുള്ളതും ആര് കണ്ടില്ലെങ്കിലും ജിമ്മി കാണണം. ജിമ്മി പ്ലീസ്. ഇവൻ വെച്ച കെണിന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ ഒരുപാട് പാവം പെണ്ണുങ്ങളുടെ ജീവിതം ഇവനായിട്ട് നശിപ്പിച്ചു. അതിലൊന്നാണ് എന്റെ മീര. അവളുടെ മരണത്തിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. അച്ചോ, ഇനി ഞാനൊന്ന് ഇടപെടാൻ പോവാട്ടോ. ചോറുണ്ടോ? കൊള്ളാല്ലേ? അതെ, ഇടവകേര സദാചാര ക്രിസ്ത്യാനികൾക്ക് ഒന്നും പറയാനില്ലേ? അതാ മോളെ, നിന്നോട് ഇവൻ ചെയ്തത് എന്താണെന്ന് ഇവിടെ എല്ലാരും കണ്ടതാണ്. പക്ഷെ എന്നാ ചെയ്യാനോ, എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് പെണ്ണിന്റെ ഭാഗത്താണ്. അതല്ലേ ഇവിടുത്തെ ഒരു നാട്ടുകിടപ്പ്. എന്റെ പൊന്നു പൊളച്ച, നമ്മൾ ഈ നിലയും വിലയുള്ളവർ ഇവളോടൊക്കെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എടോ മൈനാപ്പറമ്പിൽ കുരിയച്ചോ, തന്റെ നിലയും വിലയൊക്കെ താൻ കുമ്പസാരിക്കാൻ വന്നപ്പോ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് അതേപ്പറ്റി സംസാരിക്കുന്നു, സദാചാരത്തെ പറ്റി സംസാരിക്കുന്നത് മറികടം. മോളെ, താലി കെട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ജീവിതം ഇനി ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് ആലോചിക്ക്, മുട്ടിപ്പായിട്ട് ആലോചിക്ക് കേട്ടാ. ഒരു പെണ്ണ് 2 പേരുടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവള് പിഴ, പ്രോസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണെങ്കിൽ കണ്ട പെണ്ണുങ്ങളൊക്കെ കൂടെ കിടക്കാൻ വിളിക്കുന്ന ഇവരൊക്കെ എന്താ വിളിക്കുക? ഈ ആണുങ്ങൾക്കില്ലാത്ത വെർജിനിറ്റി കോപ്പൊക്കെ പെണ്ണുങ്ങൾക്ക് വേണം. സദാചാരം അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ പോളച്ച? തന്നെ പോലത്തെ തന്നെ പറയണോ ആദ്യം തന്നെ. അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ മാറി ഇറങ്ങി പുറപ്പെട്ടോളും. അനുഭവിച്ചോ? മറ്റടുത്ത് താടിയും വെച്ചിട്ട് ഇടിയറ്റ്. നീയാണ് പെണ്ണ്.
ഇവള് പറയുന്നൊന്നും മക്കളെ വിടരുതവനെ, അവന്റെ ഒരു മാനേജർ കൊല്ലണവനെ. നായനെ കരയണ കണ്ടോ? ഞാൻ കണ്ടു. പിന്നെ നീ എന്താ ഈ നോയിക്കൊണ്ടിരിക്കണേ? അങ്ങോട്ട് ചെല്ലടാ, ഇപ്പൊ ചെന്ന് വിളിക്കണം. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നെ, എടാ പ്രണയം തുറന്നു പറ, ഇതാണ് അവസരം. നീ ഇപ്പൊ പോയി അവളെ ആശ്വസിപ്പിക്കണം. ഇപ്പൊ പോയില്ലേ അവളെ ജീവിതത്തിൽ കിട്ടാൻ പോകില്ല. പോടാ, എടാ പോവാൻ പോടോ. ചങ്ങത്തത്തിൻ മേളമീതാ ചങ്ക്